ഹലോ. ഇന്ന് കേരളത്തിൽ നമ്മളെല്ലാവരും കേട്ട ഒരു വളരെ സങ്കടകരമായ ഒരു ന്യൂസ്. ദീപക് എന്ന ഒരു ഇന്നസെൻറ്റ് സോൾ, ഒരു ജെൻറ്റിൽമാൻ ലോസ്റ്റ് ഹിസ് ലൈഫ്, കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ഒരു പെണ്ണ് പുള്ളിയുടെ മേത്ത് ഒരു ഫോൾസ് സെക്ഷുവൽ ഹാരസ്മെൻറ്റിൻ്റെ അലിഗേഷൻ ഇട്ടു. ആ പെണ്ണ്, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, എങ്ങനെ വിളിക്കണം എന്നറിയത്തില്ല. കാണിച്ച പോക്കരുത്തരത്തിന് അനുഭവിച്ചിട്ടേ ഈ ലോകത്തിൽ നിന്നും വിട പറയുള്ളൂ. ഐ ഡോണ്ട് നോ അബൌട്ട് ദ ഇന്ത്യൻ സിസ്റ്റം. ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റം വളരെ വളരെ സ്ത്രീകൾക്ക് ഫേവറബിളാക്കി അവരുടെ കോൺഫിഡൻസ് ഇത്രയും അപാരമാക്കി തീർത്ത് വെച്ചേക്കുക. ദാറ്റ് അവരുടെ വിചാരം അവരെ ഏതാണിനെയും ഒതുക്കിക്കളയുന്ന. ശരിയല്ലേ? ഈ പെണ്ണ് ബസ്സിൽ കാട്ടിക്കൂട്ടിയ തെണ്ടിത്തരത്തിന് ആ റീല് ക്രിയേറ്റ് ചെയ്യാനുള്ള, ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഐ ഡോണ്ട് നോ എന്താണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചെന്ന്. മുൻവൈരാഗ്യം വല്ലതും ഉണ്ടായിരുന്നു ഈ മനുഷ്യനോട്? എന്ത് ഈ മനുഷ്യൻ ചെയ്തു? പുള്ളിക്കാരി എന്തിന് ഇയാളെ ടാർഗറ്റ് ചെയ്തു? ഒരു ക്ലൂ ഇല്ല. പലവിധമായ ആംഗിൾസിൽ നിന്നും എടുക്കുന്നു. അങ്ങോട്ട് ചിന്തിച്ചത് കിട്ടിയില്ല. പിന്നെ എന്തൊക്കെയോ ഒരു റീല് ക്രിയേറ്റ് ചെയ്ത് ആ പുള്ളിയുടെ മാനം കളഞ്ഞ് പുള്ളിയുടെ മേത്ത് ചെയ്യാവുന്ന സകല കുറ്റങ്ങളും ചാർത്തി ഇട്ട് ആ പുള്ളിയുടെ ജീവൻ കളഞ്ഞെന്നുള്ള ആ അമ്മയുടെ കണ്ണുനീരും ആ കരച്ചിലും കണ്ടപ്പോഴത്തേക്ക് സങ്കടമാണ് തോന്നിയത്. ഒരു സ്ത്രീക്കും ഇങ്ങനത്തെ ഒരു അനുഭവം വരല്ലേ. ഇന്ത്യൻ സിസ്റ്റം, ഇന്ത്യൻ ലോ ഈ പെണ്ണിന് ഒരു ശിക്ഷയും നൽകിയാലും ഇല്ലെങ്കിലും, ഇന്ത്യൻ ലോ തോറ്റാലും ഫെയിലായാലും, അറ്റ്ലീസ്റ്റ് ആസ് ഇന്ത്യൻസ്, ആസ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ, നമ്മളേവരും മിനിമം ചെയ്യാവുന്നത് ഒരു വീഡിയോ ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് സംസാരിച്ച് മാക്സിമം ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്ത് അവയർനെസ് കൊണ്ടുവന്ന് ഷെയർ ചെയ്യാം. ബിക്കോസ് നാളെ ഒരു ഇന്നസെൻറ്റ് സോളും അവർ ജീവിതം ഒതുക്കാൻ ഇടവരുത്തില്ല. കഷ്ടം തോന്നുന്നു. ഓരോരോ മനുഷ്യർ ജീവിക്കുന്നു ഹാർഡ് വർക്ക് ചെയ്ത്, സൽപ്പേരിന് വേണ്ടി. എന്നിട്ട് ഇങ്ങനത്തെ ചെറ്റ പെണ്ണുങ്ങളും അവർക്ക് കണ്ടന്റ് കിട്ടാനും അവർക്ക് റീച്ച് കിട്ടാനും വൈറലാവാനും പല മനുഷ്യരെ അവർ യൂസ് ചെയ്യുന്നു, സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെ ജീവിക്കുന്നു വിറ്റ് മനുഷ്യരെ. എന്ത് നേടിയെന്നറിയത്തില്ല. ബട്ട് ശരിക്കും ഞാൻ പറയുക, വരാൻ പോകുന്ന നഷ്ടം ചില്ലറയൊന്നുമല്ല. യു വിൽ ബെയർ ദ കോൺസിക്വൻസ് ഫോർ യുവർ ആക്ഷൻസ്. നിസ്സാര തിങ്ങല്ല. ഇപ്പം കേട്ടിരിക്കുന്നത് ഷീസ് ഇൻ ഹൈഡിങ്. അനീതി ജയിക്കുന്ന ഈ ലോകത്ത് അവളെ സപ്പോർട്ട് ചെയ്യാനും മനുഷ്യർ കാണും, അവളെ കടത്തിവിടാനും ഇന്ത്യയിൽ നിന്നും മനുഷ്യർ കാണും. കഷ്ടം തോന്നുന്നു. നീതിക്ക് ഒരു വിലയില്ലാണ്ടായിരിക്കുന്നു. നമ്മളെല്ലാവരും കൂടെ ശ്രമിച്ചാൽ ഐക്യതയോടെ ഒരു മാറ്റം സൃഷ്ടിക്കാം.
ഒരു റിഫോർമേഷൻ കൊണ്ടുവരാം, മാറ്റി കൊണ്ടുവരണം ഇന്ത്യൻ ലോ. ഇറ്റ് ഷുഡ് ബി ഫേവറബിൾ, ഈക്വൽ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ. എന്തും ചെയ്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന ആ സമൂഹത്തിനെ ഒരു പാഠം പഠിപ്പിക്കാം. ഇത് ലാസ്റ്റ് ഒരു ഇഷ്യൂ, ഒരു സിറ്റുവേഷൻ ആവണമേ. ഇങ്ങനെ ഒരിക്കലും ഒരു ഇന്നസെൻറ്റ് സോളും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ച് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് അവയർനെസ് സ്പ്രെഡ് ചെയ്ത് ഈ വീഡിയോ സെൻഡ് ചെയ്യുക. ദൈവം സഹായിച്ച് ആ ദീപക് ആയ പയ്യന് നീതി കിട്ടിട്ട് ഇനിയും ഇങ്ങനത്തെ ലേഡീസ് ലൈക്ക് ഷിംജിത ഒരിക്കലും എന്ത് തോന്നിയാസരം കാണിച്ചിട്ടും വാക്ക് അവേ ഫ്രീലി അങ്ങനെ ആവാൻ ഇടവരുത്തല്ലേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. ഗൈസ്, പ്ലീസ് ഷെയർ, please send it to maximum audience. Okay.